ഏതോ ഹിമാലയ പർവ്വത മുകളിൽ നിന്ന് നിങ്ങളൊന്ന് താഴോട്ട് വരിക, ഭൂമിയിലേക്ക് സാധാരണത്വത്തിലേക്ക് വരിക. കാരണം ഞാൻ ഇങ്ങനെയൊരു ഇവിടെ നിൽക്കാൻ ഒട്ടുമേ അർഹതയില്ലാത്തവരാണ്, ഒന്നുകൊണ്ടും അർഹതയില്ല. ത്യാഗരാജസ്വാമികളുടെ സംഗീതജ്ഞാനം ഒട്ടുമേ ഇല്ല, ഭാഷാജ്ഞാനമില്ല. എൻ്റെ ഭാഷയല്ലാതെ തെലുഗാണ്, എനിക്ക് ഒട്ടും അറിയില്ല. ഭാഷാഗോത്രം ഒന്ന് തന്നെയാണെങ്കിലും തെലുങ്കിലെ ഒറ്റ വാക്ക് പോലും മലയാളത്തിലില്ല, അഥവാ മലയാളത്തിലെ ഒറ്റ വാക്ക് പോലും തെലുങ്കിൽ കേൾക്കാനില്ല. തമിഴാണെങ്കിൽ രക്ഷപ്പെടുകയും ഈ പറഞ്ഞ പോലെ താളബോധം ഒട്ടുമില്ല. ഇതൊന്നുമില്ലാത്ത ഒരാൾ സംസാരിക്കാൻ എന്താണ് അറിയേണ്ടത്? ഭാഷയാണ് വേണ്ടത് സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. എനിക്ക് തെലുങ്ക് അറിയാത്തത് കൊണ്ട് സാറ് എഴുതി വെച്ച കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. ചുരുക്കി പറഞ്ഞാൽ സാറിൻ്റെ എന്താ പറയുക, വളരെ മോശമായ ഒരു നാവ് മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പം ഇവിടെ 2-3 കീർത്തനങ്ങളുടെ അർത്ഥം 10 മിനിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞു ഭക്തി പലതരത്തിൽ വരാറുണ്ട്. ഭക്തിക്ക് ഒരുപാട് തലങ്ങളുണ്ട്. രാമ 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 എന്ന് ജപിച്ചാൽ ഭക്തിയുണ്ട്. കേവല നാമസങ്കീർത്തനങ്ങളിൽ ഭക്തിയുണ്ട്. ചില കൃതികളിലൊക്കെ നിങ്ങൾ പര്യായ പദങ്ങൾ കൊണ്ട് ഇങ്ങനെ മാല കോർത്തിട്ട് ഇഷ്ടദേവനെ ചാർത്തിക്കുന്ന ഒരു രീതി കാണാം. കൃഷ്ണന്റെ അനേക പര്യായങ്ങൾ, രാമന്റെ അനേക പര്യായങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒടുവിൽ എന്നെ രക്ഷിക്കണമെന്നോ ഭരിക്കണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്നവരുടെ മനസ്സിൽ ഈ കേവല നാമസങ്കീർത്തനം കൊണ്ടുണ്ടാവുന്ന ഭക്തിരസം സ്ഫുരിക്കും. പക്ഷേ അതല്ലാത്ത അനേക ഭാവങ്ങൾ ഭക്തിക്കുണ്ടല്ലോ. ത്യാഗരാജന്റെ കൃതികൾ നേരത്തെ ഇവിടെ പരാമർശിച്ചു. ഭക്തി പലതായിട്ട് വരും. ചിലപ്പോഴത് അർത്ഥനകളാവും. എന്നെ രക്ഷിക്കണേ എന്ന തരതരത്തിലുള്ള അർത്ഥനകളുണ്ടാവും. ചിലപ്പോഴത് എന്നെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല, നീ എന്താണ് ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്ന പരാതികളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും. ചിലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ രോഷം കൊണ്ടുപോലും ഭക്തി ഉണ്ടാവും. ദേഷ്യപ്പെടാം. നമുക്കിഷ്ടമുള്ള ഒരാളോട് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. നമുക്കിഷ്ടമുള്ള ഒരു ദേവനോടും നമുക്ക് ദേഷ്യപ്പെടാനുള്ള ഒരു ഭക്തന് അവകാശമുണ്ട് എന്നാണ് ത്യാഗരാജ കൃതികളിലൂടെ പോകുമ്പോഴേ നമുക്ക് തോന്നാറുള്ളത്. അവിടെ കേവല നാമസങ്കീർത്തനങ്ങളുടെ ഭക്തിയുണ്ട്, പരിഭവവും പരാതിയും പറയുന്ന ഭക്തിയുണ്ട്, സങ്കടം നിറഞ്ഞ രോഷങ്ങളുണ്ട്. ഇതൊക്കെ ത്യാഗരാജൻ തൻ്റെ ഇഷ്ടദേവന്റെ മുന്നിലെ പലതരത്തിൽ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഓരോ ജീവിത സന്ദർഭങ്ങളിൽ നിന്നാണ് ത്യാഗരാജന്റെ ത്യാഗരാജന്റെ കൃതികൾ പറഞ്ഞിരുന്നത്. അതിൽ കവിതയുണ്ട്. സത്യത്തില് സാഹിത്യത്തെക്കുറിച്ച് പറയുന്നത് ഒരു കൃതിയാവുന്നത് അല്ലെങ്കിൽ പാടി കേൾക്കുമ്പോഴേ അതിൽ അനേക ചിലപ്പം നമ്മൾ കണ്ണൻ പാടിയത് മധുരമായി കേട്ടുകൊണ്ടിരുന്നു. എന്ത് രസാ കേൾക്കാൻ. നാരായണ പ്രകാശ് മൃദംഗമില്ലാതെ വായിച്ച മൃദംഗം അതിനകമ്പടി സേവിച്ചപ്പോൾ അതിന് വന്ന ഒരു പൂർണ്ണതയുണ്ടല്ലോ. അതതിൻ്റെ മനോഹാരിതകളാണ്, ആടയാഭരണങ്ങളാണ്. ഒരാള് എല്ലാ വേഷവും അഴിച്ചിട്ട് കളഞ്ഞിട്ട്, അവരെടുത്ത വസ്ത്രങ്ങളാണ് കഴിഞ്ഞിട്ട് അവര് ഇട്ടിരിക്കുന്ന അലങ്കരണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് തനി സ്വരൂപത്തിൽ നിൽക്കുന്നതാണ് അതിൻ്റെ സാഹിത്യം എന്നത്. പക്ഷെ ഈ സാഹിത്യം ഇല്ലെങ്കിൽ ഈ അലങ്കരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, അതൊറ്റയ്ക്ക് നിൽക്കില്ല. അവിടെയാണ്. അപ്പോൾ ഒരു മയില് നിങ്ങൾ നൃത്തം ചെയ്യുന്നത് സങ്കല്പിച്ചാൽ അതിൻ്റെ എല്ലാ തൂവലുകളും പറിച്ചു കളഞ്ഞാലേ ഒരു ദേഹം അതിനുണ്ട്. ആ ദേഹത്തിൻ്റെ പുറത്താണ് സത്യത്തിൽ ഈ അലങ്കരണങ്ങളൊക്കെ ഉള്ളത്, അതിൻ്റെ മനോഹാരിതകൾ വരുന്നത്. നമ്മളൊരു കൃതി കേൾക്കുമ്പോഴേ ശ്രവണസുഖം, എല്ലാ സുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്. പലപ്പോഴും നാം പക്ഷേ നമുക്ക് കിട്ടാതെ പോകുന്നത് അതിൻ്റെ സാഹിത്യ സുഖമാണ്. കാരണം ഭാഷ പലതായിരിക്കും. പാടുന്നവർക്ക് പോലും ഈ സാഹിത്യം പരിചിതമല്ല എന്ന് വരും. അതുകൊണ്ട് വാക്കുകൾ അഭംഗിയോടെ മുറിച്ചിട്ട്, മാഷെപ്പോഴും പറയാറുണ്ട്, ഒരു വാക്കായിട്ട് മുറിക്കണം. പാടുമ്പോഴാണെങ്കിലും
അല്ലെങ്കിലും അതിനെ മുറിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ പറയും ചുക്കുമുളക് തിപ്പലി എന്ന്. ചുക്കുമുളക് തിപ്പലി എന്ന് പറയണം. ചുക്കുമു മുളകുതി പലി എന്ന് പറഞ്ഞാൽ ചുക്കുമുളക് തിപ്പലി ആവില്ല. അതുപോലെ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട്, വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഭാവപൂർണിമ വരുന്നു, ഭാവം വരുന്നു. പ്രത്യേകിച്ചും ത്യാഗരാജ കൃതികളിലെ വെറും നാമസങ്കീർത്തനങ്ങളുടെ ഭംഗിയുള്ള മാല അർപ്പണമല്ലാത്ത ഭാവം പ്രധാനമായ ഉള്ളുകൊണ്ട് എഴുതിയ, ത്യാഗരാജൻ മനസ്സുകൊണ്ടാണ് എഴുതിയത്. നിങ്ങൾക്ക് കവിത വായിക്കുമ്പോഴും നമ്മൾക്കറിയാം, ചിന്ത കൊണ്ട് എഴുതുന്ന കവിതയുണ്ട്, തല കൊണ്ട് കവിത എഴുതാം, അതിൽ മനസ്സുണ്ടാവില്ല, ഹൃദയം ഉണ്ടാവില്ല. ഹൃദയം കൊണ്ട് കവിത എഴുതാം, അതിൽ നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ മനസ്സ് വരും. ത്യാഗരാജൻ മനസ്സുകൊണ്ട് പാടിയ ആളാണ്, മനസ്സുകൊണ്ട് പാടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഓരോ പാട്ടുകാരനും ഇവിടെ ഇരുന്ന് പാടേണ്ടത്. അദ്ദേഹം എന്തനുഭവിച്ചു എന്നതാണ് നമ്മളെ, കേൾക്കുന്നവരെ അനുഭവിപ്പിക്കേണ്ടത്. ത്യാഗരാജ കൃതി പാടുമ്പോഴേ, എല്ലാ കൃതികളിലും ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ, ഉണ്ടാവും. പക്ഷെ ത്യാഗരാജ കൃതികളിൽ അത് ഒരളവിൽ കൂടുതലുണ്ട് എന്ന് പറയാം. കാരണം അത് ഭക്തിയുടെ ഫിലോസഫിക്കൽ രീതികളിലോ, ഇപ്പൊ ശങ്കരാചാര്യരുടെ കൃതികളിലുള്ള ഭക്തിയല്ല ത്യാഗരാജ കൃതികളിലുള്ള ഭക്തി. അതിൻ്റെ അളവ്, അതിൻ്റെ തൂക്കം ഒക്കെ വ്യത്യാസമുണ്ട്. രണ്ടും ഭക്തി തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഗൗരവത്തിനൊരു പക്ഷേ വ്യത്യാസമുണ്ട്. ഏത് ഗുണം ഏതും മോശം എന്നല്ല ഞാൻ പറയുന്നത്, രണ്ടും നല്ലതാണ്. ഒന്ന് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മളെ കൂടുതൽ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ അനുഭവിപ്പിക്കുന്ന ഒന്ന് രണ്ട് കൃതികളുടെ 30 മിനിറ്റ് തന്നതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അർത്ഥം പറഞ്ഞുകൊണ്ടങ്ങ് പോവാം. ഇവിടെ അവസാനം വഴിയ ഗിരിരാജ സുധാ തനയ എന്നത് കേവലം അർത്ഥങ്ങളിലൂടെ പോകുന്ന ഒന്നാണ്. അതിനകത്ത് എന്നെ രക്ഷിക്കണം എന്നതല്ലാതെ നമ്മുടെ ഒരു ഭാവം തെരഞ്ഞു പോയാൽ എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മാഷ് ആദ്യം വായിച്ച മരുകേലറ ഓ രാഘവ എന്നത് അത് സങ്കടപ്പെടുത്തുന്ന ഒരു കൃതിയാണ് സത്യത്തിൽ. അത് അർത്ഥം അറിഞ്ഞു പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെയാണ് പോവുക. ഇത് മാഷ് എഴുതി വെച്ചത് ഞാൻ പകർത്തുകയാണ്, എനിക്ക് ഭാഷ അറിഞ്ഞാത്തോടത്തുണ്ട്. മറുകേലറ ഓ രാഘവ, മനസ്സിൽ പഠിക്കോളൂ. മറുക് ഒളിവ്, ഏല എന്തിന്, രാഘവ എന്തിനാണ് എന്നിൽ നിന്ന് ഒളിച്ചിരിക്കുന്നത്. മരുകേല ചരാചര രൂപ പരാത്പര സൂര്യസുധാകര ലോചന, എന്തിന്, ചരാചര രൂപ, സകല ചരാചരങ്ങളിലും അങ്ങുണ്ട്, കാണേണ്ടതാണ്. സൂര്യനും സുധാകരനുമാണ് കണ്ണ്, എല്ലാം കാണുന്നുണ്ട്, എല്ലാറ്റിലുമുണ്ട്, എല്ലാം അങ്ങ് കാണുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് അങ്ങ് എന്നിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് അല്ലെ ഒളിച്ചിരിക്കുന്നത് എന്ന്. അടുത്ത ശരണത്തില് അന്യനീവനൂച്ചു അന്തരംഗമുന, പടാൻ തിരയില്ല, മനസ്സ് പടലാം. തിന്നകാവെതകി തെലിസികൊണ്ടിനയ്യ, അർത്ഥം ഇങ്ങനെ. അന്നി അല്ല, നീവനൂച്ചു, നീവു അനൂച്ചു, നീ തന്നെ എന്ന്. അന്തരംഗമുന, മനസ്സിൽ. തിന്നക, നന്നായിട്ട് ശരിയായിട്ട്. വെതകി, അന്വേഷിച്ച്. തെലിസികൊണ്ടിനയ്യ, തെലിസികൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാറ്റിലും നീയുണ്ടെന്ന് മനസ്സുകൊണ്ട് നന്നായി അന്വേഷിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്നെ ഗാനി, ഇവിടെയാണ് സങ്കടം വരിക. നിന്നെ ഗാനി മതിനി എന്നെ ജാലനൊരുത ഉരുല, നിന്നെ അല്ലാതെ, നിന്നെ ഗാനി മതിനി മനസ്സിൽ, എന്നെ ജാലനു ഉരുല, മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാനാവില്ല. നിന്നെ മാത്രമേ എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാനാവുള്ളൂ, മറ്റൊരാളും എൻ്റെ മനസ്സിൽ വരില്ല. നമ്മൾക്ക് ഭൗതിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അല്ലേ. പക്ഷെ ഇവിടെ ഈശ്വരനോടാണ്, രാമനോടാണ് പറയുന്നത്. അങ്ങനെയുള്ള എന്നെ ബ്രോവയ്യ, എന്നെ നന്നു ബ്രോവയ്യ, എന്തുകൊണ്ടാണ് അങ്ങ് രക്ഷിക്കാത്തത്. ത്യാഗരാജനുത, ഞാൻ അങ്ങേ എപ്പോഴും നമിക്കുന്ന ത്യാഗരാജനാണല്ലോ. നിന്നെയല്ലാതെ ഒരാളെ മനസ്സിൽ സങ്കല്പിക്കാത്ത എന്നെ എന്തുകൊണ്ടാണ് അങ്ങ് രക്ഷിക്കാത്തത്, എനിക്ക് കാണാനാവാത്തത്, എന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇത് ധാരാളം കൃതികളിൽ, ഞാനിപ്പോൾ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയതാണ്,
ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് കാണുന്നില്ല? എന്താണ് എൻ്റെ അടുത്ത് വരാത്തത്? പല വരികളുമുണ്ട്. ആരാണ് നിന്നെ തടഞ്ഞു നിർത്തുന്നത്? ആരുടെ വാക്ക് കേട്ടാണ്? വേറെ കൃതികൾ എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല, അർത്ഥമുണ്ട്. ആരുടെ വാക്ക് കേട്ടാണ് നീ എന്നെ സമീപിക്കാത്തത്? നിന്നെ ആരോ തടഞ്ഞു നിർത്തുന്നുണ്ടോ? എനിക്ക് നിന്നെ കാണാനാവാത്തത് എന്തുകൊണ്ടാണ്? ആ ഒരു സങ്കടം നിറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ. ഇത് മരുകേലറ എന്ന കൃതി വായിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ ഒരു എന്താ പറയുക, ഉപരിതലത്തിലൂടെ ഒഴുകുന്ന ഒന്നായിട്ട് അടിയിലൊന്നും സ്പർശിക്കാതെ കടന്നു പോവുകയാണ് ചെയ്യുക. ഇതേ അർത്ഥം വരുന്ന വേറെ ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നിർത്താം. രാമ നീനു നമ്മിനാൻ മോഹനരാഗത്തിലുള്ള ആദ്യ താളത്തിലുള്ള കൃതിയാണ്. ഇതൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് വാക്കുകൾ കുറച്ച് മനസ്സിലാവുന്നത്. മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. വീണ വായിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നന്നാവൂല. പക്ഷേ ഞാനത് മനസ്സിൽ കൊണ്ടാണ്. രാമ നീനു നമ്മിനാൻ ഇതേപോലെ തന്നെയാണ് ചോദ്യമാണ്. രാമ, നിന്നെ വിശ്വസിച്ചവരല്ലേ ഞങ്ങൾ. സകല ലോകാഭിരാമ, സകല ലോകത്തിനും അഭിരാമനായ നിന്നെ അഭിരാമൻ, അങ്ങനെയുള്ള നിന്നെ വിശ്വസിച്ച അവരല്ലേ ഞങ്ങൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാത്തത്, എന്നെ കാണാത്തത് എന്നാണ് ചോദ്യം. അനുപല്ലവിയിൽ പാമര ജനദൂര, പാമര ജനങ്ങളെ അകറ്റി നിർത്തുന്നത്. പാമരം എന്നുള്ളതിന് നമ്മുടെ മലയാളത്തിലുള്ള ദരിദ്രം എന്നുള്ള അർത്ഥമല്ല, ദുഷ്ടന്മാര്, അറിവില്ലാത്തവരെന്നൊക്കെ ആയിരിക്കും അർത്ഥം. ആ പാമര ജനങ്ങളെ ദൂരേക്ക് അകറ്റി നിർത്തുന്നവൻ, ദുഷ്ടരെ മാറ്റി നിർത്തുന്നവൻ, വരഗുണ ഘൃണാഭംഗ, വരഗുണത്തിൻ്റെ സദ്ഗുണങ്ങളുടെ പൂർണ്ണതയുള്ളവനും, ശുഭാംഗ, ശുഭമായ അംഗങ്ങളോടുകൂടിയവൻ, മുനി ഹൃദയാബ്ജ ഭൃംഗ, മുനിഹൃദയമാകുന്ന താമരയിൽ വണ്ടായിരിക്കുന്നവനാണ്. അപ്പൊ മനസ്സിലിങ്ങനെ ആ താമരയും അതിനകത്ത് ഈശ്വരൻ വണ്ടായിട്ടിങ്ങനെ ഇരിക്കുന്നതും വരുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ഒരു നിറവുണ്ട്. അങ്ങനെയുള്ള നിന്നെ നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാത്തത്, എന്നെ രക്ഷിക്കാത്തത് എന്നാണ് ചോദ്യം വരുന്നത്. ലാസ്റ്റിൽ വാല യമുഗാനു, അർത്ഥം വളരെ വേഗത്തിൽ നിന്നാണ് വാക്ക് പിരിക്കാൻ എനിക്കറിഞ്ഞൂടാ. രാനു വരാത്തത്. വാല യമുഗാനു രാനു ജാഗേല, ജാഗുവേല എന്ത് താമസം. സുഗുണ, ഗുണനിധിയായ അങ്ങ് വരാൻ എന്തിന് താമസിക്കുന്നു? ശ്രീ ദശരഥ നൃപാല ഹൃദയാനന്ദകര, ആരെയൊക്കെ നീ ആനന്ദിപ്പിക്കുന്നുണ്ട്? ശ്രീ ദശരഥന്റെ, ദശരഥപുത്രനാണ് രാമൻ. ഹൃദയ ആനന്ദകരനാണ് ദശരഥൻ. മകൻ എന്ന നിലക്ക് അച്ഛനെ സന്തോഷിക്കുന്നു. ശ്രീലോലപാലവലിയു, ലക്ഷ്മി ദേവിയുടെ അടുത്തിരിക്കുന്നവനും നാഥനുമാണ്, ഭാര്യ എന്ന നിലക്ക്. ലക്ഷ്മി ദേവിയുടെ അടുത്ത് ഇരിക്കുന്നവൻ. ഭാലലോചന ഹൃദയാലയ, ഭാലലോചനൻ നെറ്റിക്കണ്ണുള്ളവൻ ശിവൻ. ശിവന്റെ ഹൃദയത്തിൽ താമസിക്കുന്നവനാണ്. ശിവൻ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നവനാണ്. ആലയം നിനക്ക് ശിവനാണ്, ശിവന്റെ ഹൃദയമാണ്. ആനന്ദ ഈക ഭാലലോചന ഹൃദയാലയ ആപ്തജനപാല. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, നീ അവരുടെ സമീപത്തൊക്കെ ഉണ്ട്. പക്ഷേ ആപ്തജനങ്ങളെയും നീ പാലിക്കുന്നുണ്ട്, നിന്നെ ആശ്രയിക്കുന്നവരെയും നീ പാലിക്കുന്നവനാണല്ലോ. ഈ ശ്രീ ദശരഥനെ പോലെയോ ലക്ഷ്മി ദേവിയെ പോലെയോ ശിവനെ പോലെയോ ആയിരിക്കില്ല ഞാൻ എന്നാണ് ത്യാഗരാജൻ പറയുന്നത്. പക്ഷേ നിന്റെ ഭക്തനാണ്. ആ ഭക്തനായ എന്നെ കനകമയ ചേലനായ, കനകമയമായ ചേലയാർന്നവൻ, സുവർണശോഭയുള്ള വസ്ത്രം ധരിക്കുന്നവൻ. പരാകേല, എന്തിനാണ് മാറി നിൽക്കുന്നത്? മറവി എന്തിന്? ഇപ്പോഴും മമ്മേല, ഇപ്പോൾ മമ്മു ഏല, എന്നെ രക്ഷിക്കാത്തതെന്ത്? നീതു മനസ്സേലരാകും, നിന്റെ മനസ്സ് വരാത്തതെന്ത്? അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ നീ പോകുന്നത് സ്വാഭാവികം. പക്ഷേ ആശ്രിത ജനപാലനായ നീ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. എൻ്റെ അടുത്ത് എന്ത് വരുന്നില്ല? ഞാൻ നിന്റെ ഭക്തനല്ലേ എപ്പോഴും. ത്യാഗരാജനുത എന്നത് ആവർത്തിച്ച് കാണാം നമുക്ക്. ത്യാഗരാജനാൽ നമിക്കപ്പെടുന്നവൻ രാമൻ. ആ രാമൻ എന്തുകൊണ്ട് എന്നെ കാണാൻ വരുന്നില്ല എന്ന
ആവർത്തിച്ച് അപ്പോൾ ഈ ഭക്തിയുടെ ഈ ഒരു പരിദേവനം എന്നത് മനസ്സിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന, സങ്കടങ്ങളിൽ നിന്ന് വരുന്ന, ജീവിതബോധങ്ങളിൽ നിന്ന് വരുന്ന, പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന രാമനോടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചിലപ്പോൾ നമ്മൾ സങ്കടം വരുമ്പോഴൊക്കെ കൃഷ്ണനോടും അല്ലെ നമ്മുടെ ദേവന്മാരോടും ചോദിക്കും വേറെ തരത്തിൽ. പാട്ടൊന്നും നമുക്കറിഞ്ഞൂടാ, എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന്. അത് തന്നെയാണ് ചോദ്യം. ഇനി രണ്ട് എന്താണ് കൂടി ശ്രദ്ധ വേഗം പറഞ്ഞു പോകാം. ഒന്ന്, ചില ത്യാഗരാജൻ ചിലപ്പോൾ നമുക്ക് ചില ഉപദേശങ്ങൾ തരും. എങ്ങനെ വേണം ഭക്തി, എങ്ങനെ. ആ കൃതികളിൽ അതുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഇവിടെ വായിച്ച കുറച്ച് കൃതികളാണ് ഭാഗ്യത്തിന് ഞാൻ എടുത്തിരിക്കുന്നത്. തെലിസി രാമചിന്തനത്തോ എന്നതും കൂടി പറയാം. പൂർണ്ണചന്ദ്രിക രാഗത്തിൽ ആദ്യ താളത്തിലുള്ള ഒരു കൃതിയാണ്. അപ്പം ഇവിടെ പലരും അത് ഒരാൾ വായിച്ചു, മറ്റു പലരും അതിൻ്റെ സ്വരം ചിത്രസ്വരം വായിച്ചു. അർത്ഥം ഇങ്ങനെ വരുന്നു: തെലിസി അറിഞ്ഞുകൊണ്ട്, രാമചിന്തനത്തോ നാമമോ സേവ ഓ മനസ്സാണ്. രാമതത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് മനസ്സെ നീ ഭജിക്കുക. രാമനെ രാമ 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 മരാമ രാമ രാമ എന്ന് പറഞ്ഞാലും ഒടുവിൽ രാമനാവും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ജപിക്കുമ്പോൾ ഒരു ഭക്തിയും ഇല്ല. നമ്മൾ ഈ വാർത്ത ഇങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് ഒരു വടക്കിൻ്റെ അടിയിൽ ഇരുന്നിട്ട് കുട്ടിക്കാലത്ത് രാമ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല ഭജനം എന്നും. രാമതത്വങ്ങളെ ഗ്രഹിച്ചതിന് ശേഷം, ശരിക്കും പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മനസ്സെ നീ രാമനെ ഭജിക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെ അറിയാമത്? താലപുലന്നി നിലിപ്പി നിമിഷമൈന. മറ്റ് ചിന്തകളൊക്കെ നിർത്തിയിട്ട് ഒരു നിമിഷമെങ്കിലും താരകരൂപിണി നിജതത്വമെന്നും, ആത്മാവിൻ്റെ ശരിയായ തത്വങ്ങളെ, മറ്റ് ചിന്തകളെ. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അനേകം കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മുടെ മനസ്സ്. ഭജിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, ഗുരുവായൂർ നടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരുമ്പോൾ ലേശം നേരം നമ്മളിങ്ങനെ നോക്കും. പിന്നെ നമ്മൾ വിചാരിക്കും വൈകുന്നേരത്തെ ഇപ്പോൾ എപ്പോഴാണാവോ ബസ് ഉണ്ടാവുക, ഇവിടുന്ന് എങ്ങനെയാണാവോ പറഞ്ഞു. ഇത്തരം ഒരുപാട് കാര്യങ്ങളില്ല. അല്ലെങ്കിൽ കൂടെ വന്നയാൾ ഇപ്പോൾ എവിടെ ഇരിക്കുന്നുണ്ടാവോ, പിന്നെ കാണാനുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അപ്പോഴത്തേക്ക് കൃഷ്ണൻ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അറ്റ് ചിന്തകളിലേക്ക് പോകാതെ ഒരു നിമിഷമെങ്കിലും അന്യചിന്തകളെ ഉപേക്ഷിച്ചുകൊണ്ട് രാമതത്വം മനസ്സിലാക്കിക്കൊണ്ട് നീ മനസ്സെ രാമനെ ഭജിച്ചാലും. ഇനി ഒരു വിശദീകരണം കൂടിയുണ്ട്. 2 രാമ എനി ചപലാക്ഷുണ്ട പേരു കാമാതുല ഒരുവാരു വീരു. രാമ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, അതിൻ്റെ അർത്ഥം ഒന്ന് സ്ത്രീ എന്നാണ്. സ്ത്രീയാണ്. രാമ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ സ്ത്രീ എന്ന അർത്ഥമാണ് എടുക്കുന്നതെങ്കിൽ ജീവിതം മുഴുവൻ നിങ്ങളെ ഭോഗാസക്തിയുടെ പുറകെ പോയിട്ട് യുദ്ധം ചെയ്യുന്നവരായിരിക്കും എന്നാണ് ആ വരികളുടെ അർത്ഥം. രാമ എന്ന് ഭജിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്ത്രീയാണുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭോഗാസക്തികളിൽ നിന്ന് ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കു കുഞ്ഞിരാമനായ ആടുന്നിതു ചിലർ എന്ന് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭവം. കഴുത കുങ്കുമം ചുമക്കും, പക്ഷെ കുങ്കുമം എന്താണെന്ന് അതിനറിഞ്ഞൂടാ. അതൊരു വിഴുപ്പ് കിട്ടും, അതിന്റെ സമം കുങ്കുമം സമം. അതുപോലെ രാമ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്ക് ഗ്രഹിക്കാതെയാണ് ഉള്ളതെങ്കിൽ ഭോഗസുഖങ്ങളിൽ നിന്നുമാകില്ല. ഇനി രാമ എന്നത് ബ്രഹ്മമുനകു പേരു, ബ്രഹ്മമാണ് എന്ന് ധരിച്ചാൽ, ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് രാമ എന്ന വാക്കിനർത്ഥം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ സ്ത്രീയെന്നും ബ്രഹ്മമെന്നും. അപ്പൊ ബ്രഹ്മം എന്ന അർത്ഥമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ മനുഷ്യന് ദുഃഖങ്ങളൊക്കെ ശമിക്കുന്നു. ആ മാനകുല ആർത്തലും ധീരു ശമിക്കുന്നു. ആ മനുഷ്യരുടെ ദുഃഖങ്ങളൊക്കെ അപ്പം ശമിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ശരിയായ അർത്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ്. ഇതും ആവർത്തിച്ച് കാണാം. ത്യാഗരാജന്റെ പല കൃതികളിലുണ്ട്. വേറൊരിടത്ത് ഞാൻ അർത്ഥം മനസ്സിലാക്കിയെടുത്താണ്. കുളിച്ച് ഭസ്മം തൊട്ട് വിരലുകൾ ഇങ്ങനെ മടക്കി, നാമജപത്തിന്റെ വിരൽ മടക്കലുകൾ മടക്കിയിട്ട് ഇങ്ങനെ ഈ കപട വേഷധാരിയായിട്ട് ഭക്തൻ ആയി നടിച്ചവർക്ക് ധനം കിട്ടും എന്നല്ലാതെ മറ്റ് സൗഭാഗ്യങ്ങളൊന്നും രാമന്റെ അനുഗ്രഹവും കിട്ടില്ല എന്നോ മറ്റോ അർത്ഥമുള്ള ഒരു കൃതിയുണ്ട്.
അത് മാഷൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ജഡിലോ മുണ്ടിയിലുണ്ടിതകേശ കാഷായം വര ബഹുകൃതവേഷ പശ്യന്ന പിതന പശ്യതി മൂഢ ഉദര നിമിത്തം ബഹുകൃതവേഷം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ അതേ സ്ഥാനമാണ്. ഉദര നിമിത്തമാണ്, ഇത് വയറ്റിന് വേണ്ടിയാണ്. പണം വേണം, പൈസ സമ്പാദിക്കണം, അതിനുള്ള ബഹുകൃത വേഷങ്ങളിൽ ചിലതാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഭക്തി എന്നത് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് ആ കൃതിയിൽ പറയുന്നത്. ഒറ്റ കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇത് ഭയങ്കര സങ്കടമുള്ള ഒരു ഒന്നാണ്. അടുത്തത് ഇതുപോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കൃതിയാണ്. എല്ലാവർക്കും ഞാനൊന്ന് വിട്ടുകളയാം. രാമ നീനും നമ്മിനെ പറഞ്ഞു തോന്നുന്നു. അടുത്തത് മനസ്സ എഴുലോർത്തുനെ പനയമാരതത്തില് അതിതാണ്. മനസ്സെ എഴുല ഓർത്തുനെ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാ മനവി ചേകൊനവേ എൻ്റെ അപേക്ഷ സ്വീകരിച്ചായി. മനസ്സെ ഞാനിതെങ്ങനെ സഹിക്കും? എന്താണ് സഹിക്കാൻ കഴിയാത്തതെന്നാണ് അടുത്ത വരികളിലുള്ളത്. എനിക്കെങ്ങനെ ഇത് സഹിക്കാൻ കഴിയും? ദിനകര കുലഭൂഷണുനി ദീനുടവൈ ദീനനായിട്ട് ഭജന ജേസി ഭജിച്ചുകൊണ്ട് ദിനമു ഗഡുകു മനിന നീവു ദിവസങ്ങൾ ഗഡുകു അനിന കഴിച്ചുകൂട്ടുക നീവു എന്ന് വിനവദേല ഗുണവിഹീന ഞാൻ പറഞ്ഞത് നീ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? ദിനകര കുലഭൂഷണനായ രാമനെ ഭജിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടണേ എന്ന് ഞാൻ എൻ്റെ മനസ്സോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനസ്സത് കേൾക്കുന്നേയില്ല. ഞാനിതെങ്ങനെ സഹിക്കേണ്ടു എന്നാണ് ചോദിക്കുന്നത്. മനസ്സ് എന്നത് ഒരു ഭയങ്കര സാധനമാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു സാധനമാണ്. ഇത് അർത്ഥം മുഴുവൻ പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. കലിലോ രാജസ താമസ ഗുണമുനു കലവാരി ചെരിനി. കലിയുഗത്തിലെ രാജസ താമസ ഗുണങ്ങൾ ഉള്ളവരുടെ ചെലിമി സ്നേഹം കലിസി മെലിസി ഒന്നിച്ച് തിരുകു ചുമരി ഒന്നിച്ച് അവരോടൊന്നിച്ച് കറങ്ങിയിട്ട് കാലമു ഗഡുപകനെ കാലം കഴിക്കാതെ, അതായത് ചീത്ത മനുഷ്യരുടെ കൂടെ കറങ്ങിയിട്ട് അവരുടെ കൂട്ടുകെട്ടില് കാലം കഴിക്കാതെ സുലഭമുഖ കടതേരനു. സുലഭമുഖ എന്നതിന് എളുപ്പത്തിൽ നിന്നാണ് വാക്കിനർത്ഥം. കടതേരനു അപ്പുറം കടക്കാൻ. അപ്പുറം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളിൽ നിന്ന് അക്കരെ എത്താൻ, മോക്ഷം എന്ന അർത്ഥത്തിലാണ് കിടക്കാൻ. സൂചനകളുള്ള തെളിയദേശി സൂചനകളെ അറിയിക്കുന്ന ത്യാഗരാജന്റെ വാക്കുകൾ വിനവദേല എന്തുകൊണ്ട് നീ കേൾക്കുന്നില്ല? അപ്പൊ ത്യാഗരാജൻ പറയുന്നുണ്ട് മനസ്സോട്, ഞാൻ പറയുന്നു എൻ്റെ മനസ്സോട്, ഭജിക്കുക, ഈശ്വരനെ ഭജിക്കുക, ചീത്തക്കുട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുക, അങ്ങനെ ദിവസങ്ങൾ കഴിക്കാതിരിക്കുക. എന്നിട്ട് ആ വാക്കുകളുടെ സാരാംശം ഗ്രഹിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ, അതിലെ സൂചനകളെ ഉൾക്കൊള്ളാതെ, ഈ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗങ്ങൾ അടങ്ങിയ അതിൻ്റെ സാരാംശത്തെ ഉൾക്കൊള്ളാതെ നീ എന്തുകൊണ്ടാണ് മനസ്സെ ഇങ്ങനെ വേറെ വഴിക്ക് പോകുന്നത് എന്ന ചോദ്യം. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു എന്ന്. എങ്ങനെ ഞാനിത് സഹിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾക്കൊക്കെ അനുഭവമുള്ള ഒന്നാണ്. മനസ്സെന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രവും ഏറ്റവും വലിയ ശത്രുവുമാണ്. നിങ്ങളുടെ വരുതിക്ക് നിൽക്കാത്ത ഒന്നാണ്, നിയന്ത്രണമില്ലാത്ത ഒന്നാണ്. എവിടെയാണ് ഈ മനസ്സെന്ന് ചോദിച്ചാൽ എവിടെയാണത്? ഒരു ശരീരശാസ്ത്രത്തിന് തൊട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല മനസ്സ്. എവിടെയും അതില്ല. തലയിലാണോ മനസ്സ്? ചിന്തയാണോ മനസ്സ്? അല്ല. ഹൃദയമാണോ മനസ്സ്? ആണോ? അല്ല. ഹൃദയത്തിൽ അങ്ങനെ ഒരു കാപ്സ്യൂളോ വയനാടോ ഒന്നുമില്ല. പിന്നെ എവിടെയാണ് മനസ്സ്? ശരീരം മുഴുവനാണോ മനസ്സ്? നമുക്ക് അറിഞ്ഞുകൂടാ മനസ്സ് എവിടെയാണ്. പക്ഷെ മനസ്സുണ്ട്. ദൈവം എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവമുണ്ടെന്ന് വിചാരിക്കുന്ന പോലെ മനസ്സെന്നത് നമ്മളിലുണ്ട്. നിങ്ങൾക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും ക്ലിഷ്ടമായ കാര്യം എന്നത്. നമ്മുടെ വരുതിക്ക് നിൽക്കുന്ന ഒന്നല്ല മനസ്സ്. പറഞ്ഞാൽ അനുസരിക്കുകയേ ഇല്ലാതെ. അപ്പോൾ ആ അനുസരിക്കായ്മയാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്,
പക്ഷേ കഴിയുന്നില്ല. ആരാ കഴിയാതാക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ആഗ്രഹങ്ങളിലൂടെ പോകാൻ വെമ്പൽ കൊള്ളുന്ന, നിങ്ങൾക്ക് പിടിതരാത്ത, നമ്മുടെ കൺട്രോളിലല്ലാത്ത, നമുക്കൊരിക്കലും അറിയാത്ത, എവിടെയാണെന്ന് അറിയാത്ത, ചികിത്സിക്കാൻ കഴിയാത്ത, ഒരു മരുന്നും ഫലിക്കാത്ത ഒന്നാണ് മനസ്സെന്നത്. അപ്പൊ ത്യാഗരാജൻ ചോദിക്കുകയാണ്, മനസ്സേ, എനിക്കിത് സഹിക്കാനാവുന്നില്ല, നീ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വഴിയേ പോകാത്തത്? ഇതും ആവർത്തിച്ച് കാണാം നമുക്ക് അതിനകത്ത്. ത്യാഗരാജന്റെ പല കൃതികളിലും ഈ ഒരു ഭാവവും ആവർത്തിച്ചിട്ട് വരുന്നുണ്ട് എന്ന് മാഷക്കറിയാവും. വരികൾ എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ വായിച്ചപ്പോൾ ഈ ചോദ്യം ഈ മനസ്സോട് ചോദിക്കുന്ന ചോദ്യം ത്യാഗരാജൻ നമ്മളോടും കൂടി ചോദിക്കുന്നുണ്ട്. ഇതാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ആദ്യം ഒരാളെ, നമ്മുടെ സമൂഹത്തെ നന്നാക്കണമെങ്കിൽ ആദ്യം നമ്മളെ നന്നാക്കണമെന്ന്. നമ്മുടെ മനസ്സിന് കഴുകിയാലേ, നന്നായാലേ അത് നമ്മൾക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മനസ്സോട് ത്യാഗരാജൻ ചോദിക്കുന്ന ഈ ചോദ്യം മനസ്സോട് മാത്രമല്ല, നമ്മുടെ എല്ലാ മനസ്സിനോട് പുറത്തേക്കും വരുന്ന ഒരു ചോദ്യം. ഇത്രയും കൊണ്ട് എനിക്ക് അറിയാത്ത മേഖലകളിലൂടെയുള്ള ഈ ക്ലിഷ്ടമായ സഞ്ചാരത്തെ, പക്ഷെ ഞാനിത് രസിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭാഷ എനിക്ക് തന്നു എന്നതുകൊണ്ട്, വാക്കുകളൊന്നും കിട്ടിയില്ലെങ്കിലും അർത്ഥം എനിക്ക് കിട്ടിയതുകൊണ്ട്, ഈ അർത്ഥം കൂടിയാണ് ഇനി എൻ്റെ വീണ വായനയെ, ഒരുപക്ഷെ വായനയെ നന്നാക്കുന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിനെ നന്നാക്കുക എന്നതുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന സാറിന് ഒരുപാട് നന്ദി. ത്യാഗരാജസ്വാമി എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ത്യാഗരാജൻ്റെ കണ്ണിലൊന്നും പെടാത്ത ഒരു ദൂരെ നിൽക്കുന്ന ഒരു സാധുവാണ്. പക്ഷേ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്